കേരളത്തിന് അഭിമാന നിമിഷമാണ്. കേരളത്തിന് നന്ദി പറയാനുള്ളത് ഉമ്മൻചാണ്ടി സർക്കാരിനാണ്, നന്ദി പറയാനുള്ളത് ഇടതുപക്ഷ സർക്കാരിനുമാണ്. എന്താണെന്നറിയാമോ? തടസ്സപ്പെടുത്തി ദ്രോഹിച്ചില്ലല്ലോ. ക്രെഡിറ്റ് എടുക്കാൻ വന്നിട്ടുണ്ട്. ക്രെഡിറ്റ് എടുക്കാൻ ആർക്ക് സാധിക്കും? അതുകൊണ്ടാ ഇന്ദിരാഗാന്ധി പണ്ടേ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ? രണ്ട് കൂട്ടം ആൾക്കാരുണ്ട് ലോകത്തിൽ. ഒന്ന് പണി ചെയ്യുന്നവരും, രണ്ട് ക്രെഡിറ്റ് എടുക്കുന്നവരും. ഈ ഗവൺമെന്റിനെ ആ കൂട്ടത്തിൽപ്പെടുത്താം. ക്രെഡിറ്റ് എടുക്കാൻ DPR തയ്യാറാക്കിയത് ഉമ്മൻചാണ്ടി സർക്കാർ, എൻവയൺമെന്റ് ക്ലിയറൻസ് മേടിച്ചത് ഉമ്മൻചാണ്ടി സർക്കാർ, വയബിലിറ്റി ഗ്യാപ് ഫണ്ട് മേടിച്ചെടുത്തത് ഉമ്മൻചാണ്ടി സർക്കാർ, തറക്കല്ലിട്ടത് ഉമ്മൻചാണ്ടി സർക്കാർ, പണി തുടങ്ങിയത് ഉമ്മൻചാണ്ടി സർക്കാർ, ക്രെഡിറ്റ് എടുക്കാൻ PV സർക്കാർ. ഇല്ലേ? ക്രെഡിറ്റ് എടുക്കാൻ ആയിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. കൊച്ചിനെ കൊന്നില്ലല്ലോ, കൊച്ചിന്റെ അവകാശമല്ലേ എടുത്തിട്ടുള്ളൂ. മുഖ്യമന്ത്രി വന്നിട്ട് പറയുകയാണ്, തറക്കല്ലിട്ടാൽ ആർക്ക് വേണം തറക്കല്ലിടാം, തറക്കല്ലിട്ടാൽ പോർട്ട് പൂർത്തിയാവുമോ? പൂർത്തിയാവും. സഖാവ് പിണറായി വിജയൻ പൂർത്തിയാകും. അതിനനുസരിച്ചാണ് തറക്കല്ലിട്ടിരിക്കുന്നത്. വെറുതെ തറക്കല്ലായിട്ടിരിക്കുന്നത്. ഇത്രയും പരിപാടികൾ 5 വർഷത്തെ പൂർണ്ണമായ ശ്രമം നടത്തി അവിടെ പൂർത്തിയാക്കിയതിനു ശേഷമാണ് അദാനിക്ക് കൈമാറി അദാനി പണി തുടങ്ങിയത്. അന്ന് കൗണ്ട് ഡൗൺ തുടങ്ങിക്കൊണ്ടാണ് ഉമ്മൻചാണ്ടി സർക്കാർ അതിന് പണി തുടങ്ങിയത്. ഇവിടെ മുഖ്യമന്ത്രി പറയുന്ന ഒരു തറക്കല്ലല്ല ഇട്ടിരിക്കുന്നത്, പണി തുടങ്ങുകയാണ് ചെയ്തിരിക്കുന്നത്. പണി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഈ സർക്കാരിന്റെ റോളെന്താ? അതിന്റെ ഉദ്ഘാടനം നടത്താൻ റോളുണ്ട്. അതിന്റെ ആദ്യത്തെ ഷിപ്പ് വരുമ്പോൾ അതിന്റെ പിതൃത്വം എടുക്കാൻ റോളുണ്ട്. അല്ലാതെ ഒരു റോളും ഈ സർക്കാരിനില്ല. എന്നിട്ട് പറയാ നെഞ്ചും പിരിച്ച് ഞങ്ങൾക്കാണ് ഇതിന്റെ ക്രെഡിറ്റ് പോയി എടുത്തോളൂ, കുഴപ്പമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങളുടെ സർക്കാരുമാരെ അടുത്തൊരു സർക്കാർ വന്നെന്ന് വെച്ചോ, ഇങ്ങനെ ആ സർക്കാരിന് ക്രെഡിറ്റ് എടുക്കാൻ ഏതെങ്കിലും ഒരു പദ്ധതിക്ക് അങ്ങ് തറക്കല്ലിട്ടിട്ടുണ്ടോ? ഒരു പദ്ധതിയെങ്കിലും പറയൂ. ഒരു പദ്ധതി, ഒറ്റ ഒരു പദ്ധതി പറഞ്ഞാൽ മതി. നിങ്ങളുടെ കാലത്ത് DPR തയ്യാറാക്കി, നിങ്ങളുടെ കാലത്ത് എൻവയൺമെന്റ് ക്ലിയറൻസ് മേടിച്ചെടുത്ത്, നിങ്ങളുടെ കാലത്ത് പണി തുടങ്ങിയ ഒരു പദ്ധതി, തറക്കല്ലിട്ട പദ്ധതി, ഒരു കല്ലിട്ടു. ഏതാ? മഞ്ഞക്കല്ല്. ഇന്ന് നാട്ടുകാർ മൊത്തം എടുത്ത് കളഞ്ഞ മഞ്ഞക്കല്ല്, കേരളിന്റെ കല്ല്. അല്ലാതെ ഏത് കല്ലായി സർക്കാരിനുള്ളത്? നാട്ടുകാരിന്റെ അടുത്ത് കുറ്റി പറിച്ചു കളഞ്ഞു. കുറ്റി, കേരളിന്റെ കുറ്റി. അതല്ലാതെ ഏതായി സർക്കാരിന് പറയാനുള്ള നേട്ടം? നാളത്തെ വാർത്ത ഇതായിരിക്കും, പിണറായി വിജയനെ പൊളിച്ച് ചാണ്ടി ഉമ്മൻ. പ്രോജക്ട് അനുവദിച്ചല്ലോ, തടഞ്ഞില്ലല്ലോ. ചിലർക്ക് തെറ്റിദ്ധാരണയുണ്ട്. ഈ കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാകാത്തവർക്ക് ഇങ്ങനെ തെറ്റിദ്ധരിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. രാഷ്ട്രീയം പറയേണ്ടടുത്ത് രാഷ്ട്രീയം പറയാൻ എനിക്കറിയാം. വ്യക്തിപരമായ കാര്യം പറയേണ്ടടുത്ത് വ്യക്തിപരമായ കാര്യം പറഞ്ഞിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്റെ നിലപാടുകളിൽ ഒരു മാറ്റമില്ല. അന്നും ഇന്നും ഒരേ നിലപാട്. ഈ സർക്കാരിനെ രാഷ്ട്രീയമായി എതിർക്കുക എന്നുള്ളത് ഓരോ കോൺഗ്രസുകാരന്റെയും ദൗത്യമാണ്. ആ ദൗത്യത്തിൽ നിന്ന് ആരും പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. ഞാൻ ഈ കോൺഗ്രസുകാരെ കഷ്ടപ്പെട്ട്, എന്റെ പാർട്ടിക്കാര് UDFകാര് കഷ്ടപ്പെട്ട്, എന്റെ സ്വന്തം നാട്ടുകാർ വോട്ട് ചെയ്ത് എന്നെ ജയിപ്പിച്ച കോൺഗ്രസിന്റെ MLA എന്റെ ജീവൻ പോയാലും ശരി കോൺഗ്രസിനെതിരായ ഒരു പ്രവർത്തനം ഞാൻ ചെയ്യുന്ന കാര്യമില്ല എന്നുള്ള സംശയമില്ല. അത് കോൺഗ്രസുകാരെല്ലാം ഓർത്തിരിക്കണം. കോൺഗ്രസിൽ നിന്നാൽ കോൺഗ്രസിന് വേണ്ടി നിൽക്കണം. കോൺഗ്രസിന്റെ വേർപാട് നിങ്ങളുടെയും എന്റെയും ഒക്കെ ഉത്തരവാദിത്വം നിങ്ങൾ ഓർത്തോളുക. ഇവിടെ നിന്നുകൊണ്ട് വേറെ ആർക്കും വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കരുത്. ഈ പാർട്ടിയാണ് എല്ലാം ആക്കിയത്. ഈ ജീവൻ നിലനിർത്തിയിരിക്കുന്നത്, ഈ നാടിന്റെ ജീവൻ നിലനിർത്തിയിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ബ്രിട്ടീഷുകാരന്റെ മുന്നിലും ഒരാളുടെ മുന്നിലും പതരാത്ത കോൺഗ്രസിന്റെ ആ ധൈര്യം, മഹാത്മാഗാന്ധി പഠിപ്പിച്ചു തന്ന ധൈര്യം, മഹാത്മാഗാന്ധി ഈ രാജ്യത്തെ കാണിച്ചു തന്നത് ആ ധൈര്യമാണ്.